പാർക്കിൽ അബ്ദുള്ള അല്ല ലീഗ് പറയാം. നേതാവ് അതെ സ്മൃതി പറയട്ടെ, ലീഗ് പരുത്തിക്കാട് നേതാവ് പറഞ്ഞത് പറയട്ടെ. ഞാൻ പറയാം. ലീഗ് നേതാവ് പറയട്ടെ. ശ്രീ പാർക്കിൽ അബ്ദുള്ള നേരത്തെ ശൈലജ ടീച്ചർക്കെതിരെ വന്ന പോസ്റ്റുകൾക്ക് പിന്നിൽ ലീഗ് പ്രവർത്തകരാണ്, ലീഗിന്റെ പ്രാദേശിക ചില്ലറ നേതാക്കളായിരിക്കാം, പക്ഷേ ഒരു പേര് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ നമ്മുടെ പാർട്ടിയിൽ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയോ? അതിനെ അപലപിക്കുന്ന ഒരു പ്രതികരണം ലീഗിൽ നിന്നുണ്ടായോ? എന്തുകൊണ്ടില്ല? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സംഭവം ഇതിപ്പോ ഇലക്ഷന്റെ തലേ ദിവസം തുടങ്ങിയതല്ല. മാർച്ച് 17-ാം തീയതി 18-ാം തീയതി ശൈലജ ടീച്ചർ പരാതി കൊടുത്തിട്ടുണ്ട്. മോർഫിംഗ് വീഡിയോ ഉണ്ട്, അശ്ലീല വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു. ആ പരാതിക്ക് ശേഷം 25-ാം തീയതി ആ പരാതി കൊടുക്കുന്നത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയാണ് പരാതി കൊടുക്കുന്നത്. അതിനുശേഷം 25-ാം തീയതി ഇവര് വന്നിട്ട് പറയാണ്, പിന്നെ വീണ്ടും കലുഷിതമായ രൂപത്തില്, വളരെ രൂക്ഷമായ രൂപത്തില് ഇങ്ങനെ വരുന്നുണ്ട്, സൈബർ ലിഞ്ചിങ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. ഞങ്ങളടുത്ത് പത്രക്കാർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവരോട്, നിങ്ങൾ 17-ാം തീയതി കൊടുത്ത പരാതിയാണ്, 17-ന് നിങ്ങൾ പരാതി കൊടുത്തിട്ട് പിന്നെ അവര് പറയുന്നത് അടുത്ത 21-ാം തീയതി, ഏതാണ്ട് 24 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവര് വീണ്ടും പത്രസമ്മേളനം നടത്തി ലിഞ്ചിങ് ഉണ്ട് എന്നും വീഡിയോ മോർഫിംഗ് ചെയ്ത് അശ്ലീല വീഡിയോ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോഴും 17 ദിവസം 18 ദിവസം പിണറായിയുടെ പോലീസിന് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ അശ്ലീല വീഡിയോ അല്ല എന്ന് ടീച്ചർ തന്നെ പറഞ്ഞല്ലോ. വീഡിയോ അല്ല, അത് മോർഫ് ചെയ്ത ചിത്രം എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ടീച്ചർ തന്നെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അതല്ലാതെ റിപ്പോർട്ടറിൽ വന്ന അഭിമുഖത്തിനെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് നൽകിയത് ഇതിന് പിന്നിലും ലീഗ് പ്രവർത്തകരാണ്. നിങ്ങൾ എന്തുകൊണ്ട് തള്ളി പറഞ്ഞില്ല ശ്രീ പാർക്കിൽ അബ്ദുള്ള? എന്താണ് റിപ്പോർട്ട്? ഏത് റിപ്പോർട്ടറിൽ വന്ന ഏത് റിപ്പോർട്ടിനെ തള്ളി പറഞ്ഞു? ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് റിപ്പോർട്ടറിൽ വന്ന ഏത് വാർത്തയാണ് തള്ളി പറയാതിരുന്നത്? ഞാൻ അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒരു ഉത്തരവാദപ്പെട്ട ആളെന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. നിങ്ങൾ ആരും എന്നെ ചോദിച്ചിട്ടുമില്ല. നിങ്ങൾ ഒന്നുകിൽ കാൻഡിഡേറ്റിനോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആരുടെ ചോദിക്കണം. ആ ഒരു വിഷയം തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. നമ്മളിത് വാർത്തകളൊക്കെ ആരൊക്കെ പറയുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. ലിജീഷ, ലീഗ് പ്രവർത്തകന്റെ പേരൊന്ന് പറഞ്ഞാൽ ആ പ്രവർത്തകന്റെ പേരൊന്ന് പറയണം. അയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടല്ലോ. അയാൾക്കിടെ കേസെടുത്തിട്ടുണ്ട്. സൽമാൻ വാളൂർ എന്ന് പറയുന്നത് ഇവരുടെ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മകനാണ്, അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവാണ്. അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈബർ ലിഞ്ചിങ്ങിനോട് ഞങ്ങൾ യോജിക്കുന്നേ ഇല്ല. ഇപ്പൊ സ്മൃതി, നിങ്ങൾ കാണേണ്ടത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 26-ാം തീയതിയാണ്. 25-ാം തീയതി വൈകുന്നേരം മണിക്കാണ് ഇവിടെ വരുന്നത്. ഇലക്ഷന്റെ തലേന്ന് 25 വൈകുന്നേരം അമ്പാടി മുഖ സഖാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പിലാണ്, ഫേസ്ബുക്കിലാണ്, പേജിലാണ് വ്യാജ വാട്സാപ്പ് സ്ക്രീൻ ഉണ്ടാക്കിയത്. അതിലാണ് വരുന്നത് ടീച്ചർ കാഫറാണ് എന്ന്, കാഫറിന് വോട്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളത്. അത് ഞാൻ ചോദിക്കട്ടെ, പിന്നെ സ്മൃതി, അങ്ങനെയാണെങ്കിൽ ആ അമ്പാടി മുക്ക് സഖാക്കളുടെ വാട്സാപ്പ് പോസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ പോലീസിന് റിപ്പോർട്ട് കിട്ടും. ഞങ്ങൾ MSFന്റെ പിന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാസിമിനെ അവന്റെ പേജ് ഫേക്കായി ഉണ്ടാക്കിയതാണ്. ഈ വിവരം അറിഞ്ഞ ഉടനെ കാസിം ടെലഫോണുമായി SP-യുടെ ഓഫീസിൽ പോയി ടെലഫോൺ അവിടെ കൊടുത്തു. SP-യോട് പറഞ്ഞു, ഇത് ഫേക്കാണ്, നിങ്ങൾ അന്വേഷിക്കണം. ഇന്ന് വരെ അത് അന്വേഷിച്ച് അതിനൊരു മറുപടി കണ്ടെത്താൻ, ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടെത്താൻ അവർ തയ്യാറാവുന്നില്ല. അത് ഷെയറിൽ 25-ന് അപ്പൊ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞില്ല, അരമണിക്കൂർ കഴിയുമ്പോൾ വൈകുന്നേരം ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അരമണിക്കൂർ കഴിയുമ്പോൾ KK ലതിക XMLA അത് ഷെയർ ചെയ്യാണ്, പിന്നെ ലൈക്ക് അടിക്കാണ്, പിന്നെ ഷെയർ ചെയ്യാണ്, പിന്നെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഷെയർ ചെയ്യാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായി ചെയ്തു വെച്ച ഒന്നാണ്. CPM ഇതില് കാണുന്നത് എന്താണ്? വലിയ ഭീകരമായ ഒരു പരാജയം അവിടെ കാണുകയാണ്. അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഒറ്റത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 ഘട്ടങ്ങളിലും. മുല്ലപ്പള്ളി വന്നപ്പോൾ ഞാനായിരുന്നു ചെയർമാൻ. വലിയ ഓളവും ആരവവും ഉണ്ടായിട്ടുണ്ട്. മുല്ലപ്പള്ളി വന്നപ്പോ അന്ന് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് വടകരയിൽ പാറി പറഞ്ഞത്, ലീഗാണ് ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് എന്ന് വളരെ കൃത്യമായി ചാനലുകളും മീഡിയകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മുരളി വന്നു 2019-ൽ. അന്നും ഞാനായിരുന്നു ചെയർമാൻ. അന്നും
ഇതിൽ അപ്പുറത്തുള്ള വലിയ ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി. അന്നും മീഡിയകളൊക്കെ ആ മീഡിയയുടെ കട്ടിങ്ങും വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അന്ന് മീഡിയ പറഞ്ഞിട്ട് മുസ്ലിം ലീഗാണ് വടകരയിൽ മുരളിയുടെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്, ലീഗ് ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ KSUവിന്റെ പ്രസിഡന്റായ പിന്നെ കോൺഗ്രസിന്റെ MLA ആയ ഒരാൾ വന്ന് മത്സരിക്കുന്നു. അയാളുടെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം വരുമ്പോഴേക്ക് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പറയുന്നത് പാലക്കാട് നിന്ന് ഷാഫി എന്നൊരാൾ വന്നിരിക്കുന്നു, ഞങ്ങൾ 2 ലക്ഷത്തിന് അനായാസേന ജയിക്കും. അത് മാത്രവുമല്ല, ഷാഫി 10-ാം തീയതിയാണ് വടകരയിൽ പിന്നെ ഷാഫി വരുന്നത്. സ്ഥാനാർത്ഥി പര്യടനം 9-ാം തീയതിയാണ് പ്രഖ്യാപനം വരുന്നത്. 10-ാം തീയതി ഷാഫി വടകരയിൽ വരുന്നു. 10-ാം തീയതി വടകരയിൽ വന്നപ്പോ 11-ാം തീയതി നിങ്ങൾ കാണേണ്ടത് CPMന്റെ VV കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റിയുടെ നേതാവ്, പഴയകാല നേതാവാ, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റാണ്. അത് ഞാൻ പറയാം 11-ാം തീയതി അതിൽ വളരെ കൃത്യമായി എഴുതിയിരിക്കുകയാണ്. അത് ഇത് വായിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ചോദിച്ചിരുന്നു. ഇതെന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ഇത് വളരെ ആസൂത്രിതമാണ്. CPM ഇത് മാത്രല്ല, CPM തെരഞ്ഞെടുപ്പ് പക്ഷേ ലീഗിനെതിരെ ഉയർന്ന ആരോപണത്തിന് താങ്കൾക്ക് മറുപടി ഉണ്ടായിട്ടില്ല. ലിജീഷിന്റെ മറുപടി വേണം ഇടവേളയ്ക്ക് ശേഷം. ഏതാ ലീഗിന്? ലീഗിനെതിരെ ഞങ്ങൾ അങ്ങനെ ഒന്നും നിർമ്മിച്ചിട്ടില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.